രേണുവിന്റെ കേസിൽ രേണു കാണിച്ച അതിബുദ്ധിയാണ് രേണുവിന് ഇന്നലെ ഒരു വാണിംഗ് കിട്ടുന്നതിന് കാരണമായത്. രേണുവിന്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിൽ നമുക്കൊരു അസ്വാഭാവികത തോന്നാൻ കാരണം രേണു പറയല്ല ഞാനിതാ ബിഗ് ബോസിൽ പോവാണ്, ഞാൻ അകത്ത് കയറിയിട്ട് എൻ്റെ ഗെയിം എങ്ങനെ ആവുന്നൊന്നും എനിക്ക് അറിയില്ല, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ മാക്സിമം നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കും, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് വോട്ടൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് രേണു ഒരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകുമായിരുന്നില്ല. ശരിക്കും രേണുവിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ രേണുവോ രേണുവിൻ്റെ കൂടെയുള്ള ആൾക്കാരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് കാരണമാണ് ഇത് സംഭവിച്ചത്. രേണു ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ രേണു പോകുന്നതിന് മുമ്പ് എല്ലാ ആഴ്ചയും നോമിനേഷനിൽ വരുമെന്ന് ഉദ്ദേശിക്കുകയാണ്. കാരണം ബിഗ് ബോസ് ആണല്ലോ, രേണുവിനാണെങ്കിൽ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്, അകത്ത് വരുന്ന കണ്ടസ്റ്റൻസ് രേണുവിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കും. അപ്പോൾ അവർ വിചാരിക്കുന്നു എല്ലാ ആഴ്ചയും ഞാൻ നോമിനേഷനിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്ക് ഓരോ ആഴ്ചയിലും നോമിനേഷനിൽ വരികയാണെങ്കിൽ എങ്ങനെ വോട്ട് ചോദിക്കാം എന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. ഗൈസ്, ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്, സോ എന്നെയും സൂചിച്ചേട്ടനെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ. അടുത്ത രണ്ടാമതൊരു വീഡിയോ എടുത്തു വെച്ചേക്കും, ഹായ് ഫ്രണ്ട്സ്, ഞാൻ രണ്ടാമത്തെ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഇനി രേണു ഫിനാലെ വരെ എത്തിയെന്ന് വിചാരിക്കുക, ഫിനാലെ വരെ എത്തുമ്പോഴുള്ള വീഡിയോ രേണു എടുത്തു വെച്ച് കാണും. അതായത് അതും ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ പ്രേക്ഷകരുടെ എല്ലാം സപ്പോർട്ടോടുകൂടി ഞാനിപ്പോൾ അവസാന ആഴ്ച ഫിനാലെ വീക്ക് വരെ എത്തി നിൽക്കുകയാണ്, പ്ലീസ് നിങ്ങൾക്ക് എന്നോട് ഈ ഉള്ള സപ്പോർട്ട് നിങ്ങൾ തുടരണം, എന്നെയും സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം, ഞാനൊരു സാധാരണക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ്, നിങ്ങളിൽ ഒരാളാണ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇങ്ങനത്തെ ഒരു സാധനം വരെ എടുത്തു വെച്ചിട്ടായിരിക്കണം രേണു പോയിട്ടുണ്ടാവുക. ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീടിനകത്ത് നിൽക്കുമ്പോൾ അവർ പുറത്ത് ഞാൻ ഈ ആഴ്ച നോമിനേഷനിലുണ്ട് എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത് ഷോയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. എൻ്റെ വീഡിയോയിൽ ഞാൻ അങ്ങനെയായിരുന്നു പറഞ്ഞത്. അതായത് ഈ ഒരു സാധനം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഇത് പണി പാളുമല്ലോ എന്നാണ്. കാരണം സോഷ്യൽ മീഡിയ നന്നായിട്ട് അറിയാവുന്നവർക്ക് കാര്യം മനസ്സിലാവും, അല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. സോഷ്യൽ മീഡിയയിലെ പല പല കളികളെക്കുറിച്ചും അറിയാത്തവർ, PR വർക്കുകളെ കുറിച്ച് അറിയാത്തവർ, അവരുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ എത്തുമ്പോൾ ഈ കുട്ടിയല്ലേ ബിഗ് ബോസിനകത്ത് നിൽക്കുന്നത്, അവർ പിന്നെ എങ്ങനെയാണ് വോട്ട് ചോദിക്കുക ഈ ആഴ്ച നോമിനേഷനിലുണ്ടെന്ന് പറഞ്ഞിട്ട്, ഇത് എന്തോ തരികട പരിപാടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു സംശയം ബിഗ് ബോസിന് മേലെ വരുന്നതിന് കാരണമാകുമെന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ പ്രശ്നമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ബിഗ് ബോസും ലാലേട്ടനും ഇത് തെറ്റാണെന്ന് പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.